ഓം നമ ശിവായ. ജ്യോതിഷ രത്നം ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ വീഡിയോയിൽ ജാതകത്തിൽ ഗ്രഹനിലയിലെ 4-ാം ഭാവത്തെ ആശ്രയിച്ച് പ്രവചിക്കുവാൻ കഴിയുന്ന കാര്യങ്ങളായ വാഹനങ്ങൾ, നിധി, ഭൂമി, വീട്, മാളിക, കൃഷി, ബന്ധുക്കൾ, അമ്മ തുടങ്ങിയ ജാതകന്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ടതായ സൗഭാഗ്യങ്ങളെ അറിയേണ്ടതായി വരുമ്പോൾ 4-ാം ഭാവം അഥവാ മാതൃഭാവത്തെയാണ് ജ്യോതിഷത്തിൽ ആശ്രയിക്കുന്നത്. 4-ാം ഭാവത്തിൻ്റെ ശുഭഗ്രഹ ബന്ധങ്ങൾ മേൽപ്പറഞ്ഞവകളെയെല്ലാം ശുഭാനുഭവങ്ങളാക്കി തീർക്കുമ്പോൾ 4-ാം ഭാവത്തിൻ്റെ അശുഭഗ്രഹ ബന്ധങ്ങൾ മേൽപ്പറഞ്ഞവകൾക്ക് അശുഭാനുഭവങ്ങളും ഉണ്ടാക്കുന്നു. ഈ വിഷയത്തെ സംബന്ധിച്ച് ചുരുക്കിയും വിശദമായും ആർക്കും മനസ്സിലാകത്തക്ക വിധം ലളിതമായും പറയുന്ന പുതിയ ഒരു വീഡിയോയിലേക്ക് ജ്യോതിഷ വിഷയങ്ങളോട് താൽപ്പര്യവും വിശ്വാസവും ഉള്ള ഏവരെയും ഒരിക്കൽ കൂടി സഹർഷം സ്വാഗതം ചെയ്യുന്നു, ക്ഷണിക്കുന്നു. ഈ ഭാവത്തിൻ്റെ ശുഭാശുഭങ്ങൾ ചിന്തിക്കുമ്പോൾ 4-ാം ഭാവാധിപനും ലഗ്നാധിപനും ഏതേത് രാശികളിലും ഭാവങ്ങളിലുമായി നിൽക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനമായത്. അതിൻ്റെ വിശദാംശങ്ങൾ പറയാം. 4-ാം ഭാവാധിപൻ ലഗ്നഭാവത്തിലും ലഗ്നാധിപൻ 4-ാം ഭാവത്തിലും നിന്നാൽ ജാതകൻ സർക്കാർ ജോലി ലഭിക്കുന്നവനും നല്ല ഗ്രഹങ്ങൾ സ്വന്തമായി ഉള്ളവനും അത്യധികം സുഖമുള്ളവനും ആയിരിക്കും. അടുത്തത് 4-ാം ഭാവാധിപൻ ലഗ്നാധിപനുമായി യോഗം ചെയ്ത് ഇഷ്ടഭാവത്തിൽ സ്ഥിതി ചെയ്താൽ ജാതകൻ ഒന്നിലധികം വീടുകളുടെ ഉടമസ്ഥൻ ആയിരിക്കും. അടുത്തത് 4-ാം ഭാവാധിപൻ ബലവാനായി ശുഭഗ്രഹ ദൃഷ്ടിയോടുകൂടി കേന്ദ്രഭാവങ്ങളിലോ ത്രികോണ ഭാവങ്ങളിലോ എവിടെയെങ്കിലും സ്ഥിതി ഉണ്ടായാൽ ജാതകൻ വളരെ ഗ്രഹങ്ങളുടെ ഉടമസ്ഥനോ ധാരാളം കെട്ടിടങ്ങൾ നിർമ്മിക്കുന്നതിന് ചുമതലയുള്ള ഉദ്യോഗസ്ഥനോ ആയിരിക്കും. അടുത്തത് 4-ാം ഭാവാധിപൻ ഉച്ചക്ഷേത്രത്തിൽ സ്ഥിതി ചെയ്യുകയും 9-ാം ഭാവാധിപൻ ലഗ്നത്തിൻ്റെ കേന്ദ്രഭാവങ്ങളിൽ എവിടെയെങ്കിലും സ്ഥിതി ചെയ്യുകയും ചെയ്താൽ ജാതകൻ വളരെ നല്ല ഭവനങ്ങളുടെ ഉടമസ്ഥനായി തീരും. അടുത്തത് 4-ാം ഭാവാധിപൻ ഭാഗ്യാധിപനായ 9-ാം ഭാവാധിപനുമായി യോഗം ചെയ്ത് 4-ാം ഭാവത്തിലോ ലഗ്നഭാവത്തിലോ സ്ഥിതിയുണ്ടായാൽ ജാതകൻ വളരെ വലിയ ഔന്നത്യം പ്രാപിക്കുന്നവൻ ആയിരിക്കുന്നതാണ്. അടുത്തത് 4-ാം ഭാവാധിപൻ ലഗ്നാധിപനുമായി യോഗം ചെയ്ത് 4-ാം ഭാവത്തിൽ തന്നെ നിന്നാൽ ജാതകന് അപ്രതീക്ഷിതമായ ഗ്രഹലാഭം ഉണ്ടാകുന്നതാണ്. എന്നാൽ 4-ാം ഭാവത്തിൽ അല്ലാതെ മറ്റേത് ഭാവത്തിൽ നിന്നാലും ഈ ഗ്രഹലാഭ യോഗം ഉണ്ടാകുകയില്ല. അടുത്തത് 4-ാം ഭാവത്തെയും വ്യാഴത്തെയും കൊണ്ട് ജാതകന്റെ സുഖത്തെയും സ്വഭാവ ഗുണങ്ങളെയും അറിയാൻ കഴിയും. അഥവാ ഭാവാധിപന്റെയും വ്യാഴത്തിൻ്റെയും ശുഭബന്ധങ്ങൾ കൊണ്ട് നല്ല സുഖവും സ്വഭാവ ഗുണവും ജാതകന് ഉണ്ടാകുകയും അശുഭഗ്രഹ ബന്ധം കൊണ്ട് സുഖമില്ലായ്കയും സ്വഭാവഗുണം ഇല്ലായ്കയും ഊഹിക്കുവാനും സാധിക്കും. അടുത്തത് 4-ാം ഭാവത്തെയും ശുക്രനെയും കൊണ്ട് വാഹനം, വസ്ത്രങ്ങൾ, ആഭരണങ്ങൾ, സുഗന്ധ ദ്രവ്യങ്ങൾ എന്നിവകളുടെ ലഭ്യതകളെക്കുറിച്ചും മേൽപ്പറഞ്ഞതുപോലെ ശുഭഗ്രഹ ബന്ധങ്ങൾ കൊണ്ട് ശുഭാനുഭവങ്ങളും അശുഭഗ്രഹ ബന്ധങ്ങൾ കൊണ്ട് മേൽപ്പറഞ്ഞവകൾക്ക് അശുഭ അനുഭവങ്ങളും ഉണ്ടാകുന്നതാണ്. അടുത്തത് 4-ാം ഭാവത്തെയും ചന്ദ്രനെയും കൊണ്ട് ജാതകന്റെ മാതാവിനെ സംബന്ധിച്ചും മാതൃസുഖത്തെ സംബന്ധിച്ചും ശുഭഗ്രഹ ബന്ധങ്ങൾ കൊണ്ട് ശുഭാനുഭവങ്ങളും അശുഭഗ്രഹ ബന്ധങ്ങൾ കൊണ്ട് അശുഭ അനുഭവങ്ങളെക്കുറിച്ചും അറിയാൻ കഴിയുന്നതാണ്. അടുത്തത് 4-ാം ഭാവത്തിൻ്റെയും ബുധൻ്റെയും സ്ഥിതി കൊണ്ട് ജാതകന്റെ വിദ്യയും വിദ്യാഭ്യാസത്തെ സംബന്ധിച്ചും ജാതകന്റെ ശില്പ വൈദഗ്ധ്യത്തെ സംബന്ധിച്ചും നിർമ്മാണ വൈദഗ്ധ്യത്തെക്കുറിച്ചും അറിയാവുന്നതാണ്.
നാലാം ഭാവാധിപൻ വ്യാഴത്തിൻ്റെ ദൃഷ്ടിയോടുകൂടി ലഗ്നഭാവത്തിൽ നിന്നാൽ ജാതകൻ രാജപൂജിതൻ അഥവാ സർക്കാർ സേവകൻ അല്ലെങ്കിൽ ജോലി ഉള്ളവൻ ആയിരിക്കും. മേൽപ്പറഞ്ഞവകളെയെല്ലാം നാലാം ഭാവവുമായി ബന്ധപ്പെട്ട ശുഭകാര്യങ്ങളാണ്. നാലാം ഭാവത്തിൻ്റെയും ഭാവാധിപൻ്റെയും മറ്റും അശുഭ ബന്ധങ്ങൾ കൊണ്ട് മേൽപ്പറഞ്ഞതായ കാര്യങ്ങൾക്ക് അശുഭത്വവും ഉണ്ടാകും എന്നതും വളരെ എളുപ്പത്തിൽ തന്നെ മനസ്സിലാക്കാവുന്ന കാര്യമാണല്ലോ. കൂടുതൽ കാര്യങ്ങൾ മറ്റൊരു വീഡിയോയിൽ പറയാം. വീഡിയോ ശ്രദ്ധിച്ച എല്ലാവർക്കും നന്ദി, നമസ്കാരം. തലക്കുറി, ജാതകം, വിവാഹപ്പൊരുത്തം, മുഹൂർത്തം, പ്രശ്നങ്ങൾ തുടങ്ങി ജ്യോതിഷ സംബന്ധമായ എല്ലാവിധ സേവനങ്ങൾക്കും 9652322894 എന്ന ഫോൺ നമ്പറിലോ വാട്സപ്പിലോ ബന്ധപ്പെടാവുന്നതാണ്. സ്നേഹപൂർവം മോഹനൻ ജ്യോത്സ്യർ, ജ്യോതിഷ ആചാര്യ. ഓം നമഃ ശിവായ.